ഹായ് നമസ്കാരം. എല്ലാവർക്കും ഡെയിലി ഡോസ് പി.എസ്.സി ചാനലിലേക്ക് സ്വാഗതം. പി.എസ്.സി പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്ന എല്ലാവർക്കും ഉപകാരപ്പെടുന്ന പഠന ടിപ്പുകളും ഷോർട്ട് നോട്ടുകളും ഡെയിലി ക്വസ്റ്റ്യൻസും ഇവിടെ നിങ്ങൾക്ക് ലഭ്യമാകും. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും പുതിയ അപ്ഡേറ്റുകൾക്കായി ബെൽ ഐക്കൺ അമർത്താനും മറക്കല്ലേ. അപ്പോൾ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ഹൈഡ്രജനെ കുറിച്ചാണ്. അപ്പോൾ നമുക്ക് ഇന്നത്തെ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം. എല്ലാവർക്കും അറിയാം ഹൈഡ്രജന്റെ അറ്റോമിക് നമ്പർ 1 ആണെന്ന്. ഹൈഡ്രജൻ കണ്ടുപിടിച്ച വ്യക്തി ഹെൻറി കാവൻഡിഷ് ആണ്. 1776 ഹെൻറി കാവൻഡിഷ് ഹൈഡ്രജൻ കണ്ടുപിടിച്ചത്. ഹൈഡ്രജന് ആ പേര് നൽകിയ വ്യക്തി ലാവോസിയർ ആണ്. അപ്പോൾ ഹൈഡ്രജന്റെ അറ്റോമിക് നമ്പർ 1 ആണ്. ഹെൻറി കാവൻഡിഷ് 1776 ഹൈഡ്രജൻ കണ്ടുപിടിച്ചത്. പേര് നൽകിയ വ്യക്തി ലാവോസിയർ ആണ്. ഹൈഡ്രജൻ എന്ന വാക്കിന്റെ അർത്ഥം ജലം ഉണ്ടാക്കുക എന്നാണ്. ഹൈഡ്രജൻ അടങ്ങിയിട്ടുള്ള പ്രകൃതിയിലെ പ്രധാന സംയുക്തമാണ് ജലം. അപ്പൊ ഹൈഡ്രജൻ എന്ന വാക്കിന്റെ അർത്ഥം ജലമുണ്ടാക്കുക. ഹൈഡ്രജൻ അടങ്ങിയിട്ടുള്ള പ്രകൃതിയിലെ ഒരു പ്രധാന സംയുക്തമാണ് ജലം. ഇനി നമുക്ക് ഹൈഡ്രജന്റെ കുറച്ച് പ്രത്യേകതകൾ നോക്കാം. ആവർത്തന പട്ടികയിലെ ആദ്യ മൂലകമാണ് ഹൈഡ്രജൻ. സ്വയം കത്തുന്ന മൂലകം, ഭാവിയിലെ ഇന്ധനം, അറ്റോമിക നമ്പറും മാസ് നമ്പറും ഒന്നായ മൂലകമാണ് ഹൈഡ്രജൻ. ഒരു ഇലക്ട്രോൺ മാത്രമുള്ള ആറ്റം, ഏറ്റവും ഭാരം കുറഞ്ഞ മൂലകമാണ് ഹൈഡ്രജൻ. ഏറ്റവും സാന്ദ്രത കുറഞ്ഞ മൂലകമാണ് ഹൈഡ്രജൻ. പ്രപഞ്ചത്തിൽ ഏറ്റവും കൂടുതലുള്ള മൂലകമാണ് ഹൈഡ്രജൻ. കലോറി മൂല്യം കൂടിയ ഇന്ധനം. ഇനി ഹൈഡ്രജൻ വാണിജ്യപരമായി നിർമ്മിക്കുന്ന പ്രക്രിയയാണ് ബോഷ് പ്രക്രിയ. എല്ലാവർക്കും അറിയായിരിക്കും, നമ്മൾ 10th പഠിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ഹൈഡ്രജൻ വാണിജ്യപരമായി നിർമ്മിക്കുന്ന പ്രക്രിയയാണ് ബോഷ് പ്രക്രിയ. വനസ്പതി നിർമ്മാണത്തിന് ഉപയോഗിക്കുന്ന മൂലകമാണ് ഹൈഡ്രജൻ. ആസിഡുകൾ ലോഹമായി പ്രവർത്തിക്കുമ്പോൾ ഉണ്ടാകുന്ന വാതകമാണ് ഹൈഡ്രജൻ. സിങ്കും സൾഫ്യൂരിക് ആസിഡും തമ്മിൽ പ്രവർത്തിക്കുമ്പോൾ ഉണ്ടാകുന്ന വാതകം ഹൈഡ്രജൻ. അപ്പോൾ വനസ്പതി നിർമ്മാണത്തിന് ഉപയോഗിക്കുന്ന മൂലകമാണ് ഹൈഡ്രജൻ. ആസിഡുകൾ ലോഹമായി പ്രവർത്തിക്കുമ്പോൾ ഉണ്ടാകുന്ന വാതകമാണ് ഹൈഡ്രജൻ. സിങ്കും സൾഫ്യൂരിക് ആസിഡും തമ്മിൽ പ്രവർത്തിക്കുമ്പോൾ ഉണ്ടാകുന്ന വാതകമാണ് ഹൈഡ്രജൻ. അതുപോലെ തന്നെ പൊട്ടാസ്യം ജലവുമായി പ്രവർത്തിക്കുമ്പോൾ കിട്ടുന്ന വാതകം ഹൈഡ്രജൻ ആണ്. ഹൈഡ്രജൻ ലാമ്പുകൾ പുറപ്പെടുവിക്കുന്ന നിറം നീല കളറാണ്. എല്ലാ ആസിഡുകളിലെയും പൊതുഘടകമാണ് ഹൈഡ്രജൻ. സ്വയം കത്തുന്ന മൂലകം ഹൈഡ്രജൻ. ഇനി നോക്കാൻ പോകുന്നത് ഹൈഡ്രജന്റെ ഐസോടോപ്പുകളാണ്. ഏറ്റവും കുറവ് ഐസോടോപ്പുകളുള്ള മൂലകമാണ് ഹൈഡ്രജൻ എന്ന് പറയുന്നത്. അപ്പൊ എത്ര ഹൈഡ്രജൻ ഐസോടോപ്പുകൾ ഉള്ളത്? 3 എണ്ണമാണ്. പ്രോട്ടിയം, ഡ്യൂട്ടീരിയം, ട്രിഷ്യം. റേഡിയോ ആക്റ്റീവായ ഹൈഡ്രജന്റെ ഐസോടോപ്പാണ് ട്രിഷ്യം. ന്യൂക്ലിയർ റിയാക്ടറുകളിൽ ഉപയോഗിക്കുന്ന ഹൈഡ്രജന്റെ ഐസോടോപ്പാണ് ഡ്യൂട്ടീരിയം. സാധാരണ ഹൈഡ്രജൻ എന്നറിയപ്പെടുന്ന ഐസോടോപ്പാണ് പ്രോട്ടിയം. സുലഭമായി കാണപ്പെടുന്ന ഹൈഡ്രജന്റെ ഐസോടോപ്പും ന്യൂട്രോണുകൾ ഇല്ലാത്ത ഹൈഡ്രജന്റെ ഐസോടോപ്പാണ് പ്രോട്ടിയം. അപ്പോൾ ഇത്രയാണ് ഹൈഡ്രജനെ കുറിച്ച് ഇമ്പോർട്ടൻ്റ് ആയി പഠിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ. എന്തെങ്കിലും പോയിന്റ്സ് വിട്ടുപോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് കമന്റിൽ രേഖപ്പെടുത്താവുന്നതാണ്. അപ്പോൾ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് നമുക്ക് പിന്നെ കാണാം. താങ്ക് യു.